ഹായ് ഡിയേഴ്സ്, 2025 നീറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. ശ്രദ്ധിക്കാം. 3 കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്. മൂന്നിലും സ്റ്റാർ മാർക്കിട്ട കാർബൺ കാണാം. ഇവിടെ ഒരു സ്റ്റാർ മാർക്കിട്ട കാർബൺ ഉണ്ട്, ഇവിടെ സ്റ്റാർ മാർക്കിട്ട കാർബൺ ഉണ്ട്, ഇവിടെ സ്റ്റാർ മാർക്കിട്ട കാർബൺ ഉണ്ട്. ഈ സ്റ്റാർ മാർക്ക് ചെയ്തിരിക്കുന്ന കാർബണിൽ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിന്റെ ഡിസോസിയേഷൻ എനർജിയുടെ ഡിക്രീസിങ് ഓർഡർ ഏതാണ് കറക്റ്റ് എന്ന ക്വസ്റ്റ്യൻ. അതായത് ഇവിടെയും കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെയും കാർബൺ ഹൈഡ്രജൻ ബോണ്ട്, ഇവിടെയും കാർബൺ ഹൈഡ്രജൻ ബോണ്ട്, ഇവിടെയും കാർബൺ ഹൈഡ്രജൻ ബോണ്ട്. ഏത് കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ആണ് സ്ട്രോങ്, അവരുടെ ഡിക്രീസിങ് ഓർഡർ ഏതാണ് കറക്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ നോക്കാം. ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ട്, അതായത് ഈ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് sp2 ഹൈബ്രൈസ്ഡ് കാർബണിലാണ്. ഈ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് sp2 ഹൈബ്രൈസ്ഡ് കാർബണിലാണ്. റെഡി അല്ലേ? അതായത് ഇവിടെ ഈ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ. സോ sp ഹൈബ്രൈസ്ഡ് ആണ്. ഈ കാർബൺ sp ഹൈബ്രൈസ്ഡ് ആണ്. ഈ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സിംഗിൾ ബോണ്ടഡ് കാർബൺ അഥവാ sp3 ഹൈബ്രൈസ്ഡ് ആണ്. sp3 ഹൈബ്രൈസ്ഡ് കാർബൺ ആണ്. ഓക്കെ, നിങ്ങൾക്കറിയാം sp ഹൈബ്രൈസ്ഡ് കാർബൺ എന്ന് പറഞ്ഞാൽ 50% എസും 50% എസും 50% പി ആണ് അല്ലെ. ഇനി sp2 ആണെങ്കിലോ sp2 എന്ന് പറഞ്ഞാൽ 33.3% എസും 66.7% പി ആണ്. 33.3% പി ആണ്. ഇനി sp3 ആണെങ്കിലോ 25% എസും 75% പി ആണ്. എസ് ക്യാരക്ടർ കൂടിയാൽ, ആർക്കാണോ എസ് ക്യാരക്ടർ കൂടുതലുള്ള അയാൾക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. എസ് ക്യാരക്ടർ കൂടുതലാകുന്ന സമയത്ത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. അത് ഇലക്ട്രോൺ ഡെൻസിറ്റിനെ ന്യൂക്ലിയസിന് അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. ആ ബോണ്ട് എപ്പോഴും സ്ട്രോങ് ആയിരിക്കും. ക്ലിയർ? ഒന്നുകൂടി പറയാം. sp ഹൈബ്രൈസ്ഡ് കാർബൺ എന്ന് പറഞ്ഞാൽ എസ് ക്യാരക്ടർ കൂടുതലാ. എസ് ക്യാരക്ടർ കൂടുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുക. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയാൽ ആ ബോണ്ടിലെ ഇലക്ട്രോൺ ഡെൻസിറ്റി ടുവേർഡ്സ് ന്യൂക്ലിയസിന് അടുത്തേക്ക് അട്രാക്ട് ചെയ്യും. സോ ന്യൂക്ലിയസ് ആ ബോണ്ട് ബിക്കം ഷോർട്ടർ ആൻഡ് സ്ട്രോങ്ങർ. ആ ബോണ്ട് എന്തായി മാറും? ഷോർട്ടർ ആയി മാറും, സ്ട്രോങ്ങർ ആയി മാറും. അപ്പൊ ഏതിനാണ് എസ് ക്യാരക്ടർ കൂടുതലുള്ളത്? ഇതിനാണ്. sp ഹൈബ്രൈസ്ഡ് കാർബൺ ആണ് എസ് ക്യാരക്ടർ കൂടുതലുള്ളത്. പിന്നെ sp2 കൂടുതലുള്ളത്. പിന്നെ sp3 ആണ്. സോ 2 ഗ്രേറ്റർ ദാൻ 1 ഗ്രേറ്റർ ദാൻ 3 ആണല്ലേ നമ്മൾ ആൻസർ വരുന്നത്. ഇത് 2 ആണ്. 2 ഗ്രേറ്റർ ദാൻ 1 ഗ്രേറ്റർ ദാൻ 3 വരുന്നത് ഇതാണ് ആൻസർ. 1 ആണ് ആൻസർ.